Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss a problem relating to stock and debtors method. Today's problem is this. From the information given below, prepare a cash budget for the 3 months ending 30th June 2016. Okay, then month headings ആണ് മിസ് വായിക്കുന്ന കോളം ഹെഡിങ്സ് ആണ്. മന്ത്, ഫസ്റ്റ് കോളം ഹെഡിങ് മന്ത്, സെക്കൻഡ് ക്യാഷ് സെയിൽസ്, തേർഡ് വൺ ക്രെഡിറ്റ് സെയിൽസ്, then next one cash purchases, then credit purchases, then other expenses. Okay, അപ്പം 2016 ഫെബ്രുവരിയിൽ 60,000, 90,000, 45,000, 80,000 and 20,000. Then March cash sales 90,000, credit sales 1,05,000, cash purchases 70,000, credit purchases 1 lakh, other expenses 26,000. Okay, then April 85,000, 1,60,000, 80,000, 90,000, 24,000. May 70,000, 1,10,000, 75,000, 1,30,000. Then June 65,000, 1,20,000, 75,000, 1,30,000, then 35,000. Okay, then credit terms. Debtors are allowed 1 month time for making payment. Second one, creditors allowed 2 months time for making payment. Third one, half month is the time taken for making payment of other expenses. Then every month rupees 3,000 is to be paid for rent. Then let's start. Today we are going to discuss a second problem of stock and debtor system of branch accounting. Okay, let's start. First one, branch stock account. നമ്മൾ പറഞ്ഞു stock and debtor systemത്തിൽ നമ്മൾ different types of accounts prepare ഒരു മെയിൻ ആയിട്ട് ഒരു 6 accounts ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് അക്കൗണ്ട് ആണെന്ന് പറയുക ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആയിട്ട് എഴുതുന്നു. ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ടു ബാലൻസ് ബ്രോഡ് ഔട്ട്, ദാറ്റ് മീൻസ് സ്റ്റോക്ക് കൈവശമുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ടു ബാലൻസ് ബ്രോഡ് ഔട്ട് 90,000 റുപ്പീസ്. 90,000 റുപ്പീസിന്റെ എന്തുണ്ടായിരുന്നു? സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ആ പർട്ടിക്കുലർ പീരീഡിൽ ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ₹3 lakh. ദാറ്റ് മീൻസ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, 3 lakh. Then goods sent to branch എഴുതുന്നത് goods sent to branch എന്ന് തന്നെയാണ്. പക്ഷേ അതെന്താണ്? ട്രാൻസ്ഫർഡ് ഫ്രം കോതമംഗലം ബ്രാഞ്ച് ആണ്. മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ ഫ്രം കോതമംഗലം ബ്രാഞ്ച്. ഓക്കെ, ₹9,000. അപ്പം നമ്മുടെ സ്റ്റോക്ക് കൂടുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും സ്റ്റോക്ക് കുറയുന്നതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ദാറ്റ് മീൻസ് ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്തതാണ്, കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ കൂടും. 3,000 റുപ്പീസിന്റെ ഗുഡ്സ് എന്താണ് ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ്, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരിക. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദാറ്റ് മീൻസ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് ആണ്. ഈ പർട്ടിക്കുലർ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തതാണ്. നമ്മൾ എന്തെന്ന് എഴുതുക? ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതുന്നു. എത്ര രൂപയുടെ? 12,000 റുപ്പീസിന്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ട്രാൻസ്ഫർ ടു പാല ബ്രാഞ്ച്. പാല ബ്രാഞ്ചിലേക്ക് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ഗുഡ്സ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ് ₹6,000. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറഞ്ഞു, ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ സ്റ്റോക്ക് കുറഞ്ഞു. പാല ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തു. 6,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് സെൻഡ് ചെയ്തത്. ദെൻ ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസിന്റെ ഫിഗർ ആണ് നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതുന്നു. 1,05,000 റുപ്പീസിന്റെ ക്യാഷ് സെയിൽസ് ആണ് നടന്നത്. 1,05,000 റുപ്പീസിന്റെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ട്. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് 2,10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. 2,10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് എഴുതുക. ദെൻ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ ക്വസ്റ്റിനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് പറയുന്നുണ്ട് 72,000 റുപ്പീസ്. 72,000 റുപ്പീസിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ്. അപ്പോൾ ബാലൻസ് ചെയ്തപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിലായിരുന്നു കുറഞ്ഞത്. ദാറ്റ് ഈസ് എന്താണ്? ഷോർട്ടേജ് ആയിരുന്നു. ഇവിടെ നമുക്കിപ്പോൾ ഡിഫറൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. 4,05,000 ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ആ 2 ഫിഗേഴ്സ് നമ്മൾ രണ്ടിടത്തായിട്ടും എഴുതി. 4,05,000 എന്ന് രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ എഴുതി. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3,000 റുപ്പീസ് ആണ്. എന്തെന്ന് പറയുക? അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ 3,000 റുപ്പീസിന്റെ
1/3 പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോഡഡ് പോർഷനും ബാലൻസ് പോർഷൻ 2000 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ട്. ഇത് സർപ്ലസ് ആണ്. സർപ്ലസ് വരുമ്പോഴും നമ്മൾ ആ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ടേജ് ആണെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ തന്നെ ലോഡിംഗ് പോർഷൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്കും ദെൻ സ്റ്റോക്കിന്റെ പോർഷൻ ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ബ്രാഞ്ച് പി ആൻഡ് ഇതിന്റെ 1/3 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എടുക്കുക. ദെൻ ബാലൻസ് പോർഷൻ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇതാണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. Second account is branch debtors account. Second important account is branch debtors account. Okay. നമുക്കറിയാം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഫസ്റ്റ് നമ്മൾ ബാലൻസ് ബ്രോഡൗൺ അസറ്റ് ആണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ ബ്രോഡൗൺ ചെയ്യുന്നു. ടു ബാലൻസ് ബ്രോഡൗൺ 40,000. ദെൻ ക്രെഡിറ്റ് സെയിൽസിന്റെ ഫിഗർ ആണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് എഴുതിയേക്കുന്നു. ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് എഴുതുന്നു 2,10,000. ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഗിവൺ ഡയറക്ട്ലി ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, 2,10,000. ദെൻ by cash received from customer. Cash received from customer 1,90,000. Cash received from customer 1,90,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. Then branch expenses. Here expenses relating to debtors ആണ്. Discount allowed to debtors, then bad debts. Discount allowed to debtors, then bad debts. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് 17,000 rupees ആണ് എന്തെന്ന് പറയുക? ബ്രാഞ്ച് എക്സ്പെൻസസ്. Then bills received during the period rupees 10,000. Bills receivable received during the period 10,000 rupees. Then branch stock, that means return ആണ്, return by customer ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് 3,000 സ്റ്റോക്ക് അക്കൗണ്ടിൽ എടുത്തതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് വന്നിരിക്കുന്നത്. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് റിട്ടേൺ ബൈ കസ്റ്റമർ ഓർ ഡെറ്റർ 3,000. ദെൻ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അക്കൗണ്ട് കണ്ടുപിടിച്ച ബാലൻസ് ആണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30,000 rupees ആണ്. എന്തെന്ന് പറയുക? 30,000 rupees ആണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 30,000 rupees. ഓക്കെ. Third important account is branch expenses account. Branch expenses account. നോക്കാം. particulars rupees. Then to bank. That means the head office branchിലേക്ക് കൊടുക്കുന്ന remittance ആണ് 28,000 for expenses. 28,000 to bank. Then expenses outstanding rupees 7,000. That means given this amount, this figure is directly given in the question. Okay. Then branch debtors. നമുക്കറിയാം ഡിസ്കൗണ്ട് അലോ ചെയ്തത് ബാഡ് ഡെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് 17,000 rupees. Then branch asset, that means depreciation ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. This figure is transferred to depreciation. Okay. അപ്പോൾ 7,500 transferred to branch expenses account. Total expenses 28,000 plus 7,000 plus 17,000 plus 7,500 59,500. Total expenses is transferred to branch P and L account. Total expenses is transferred to branch P and L account 59,500. 59,500 transferred to branch profit and loss account. Okay. Then next important ledger is branch adjustment account. Branch adjustment account. Okay. Branch adjustment account എന്ന് പറയുമ്പോൾ it is open for writing the loading of the stock ആണ്. ലോഡിംഗ് ഓഫ് ദ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്കിന്റെ ലോഡഡ് പോർഷൻ എത്രയാണോ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് എന്തെന്ന് പറയാം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ. അപ്പൊ നോക്കാം. ഇവിടെ ടു സ്റ്റോക്ക് റിസർവ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്തിന്റെ ആയിരിക്കാം? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡഡ് പോർഷൻ ആയിരിക്കും. ബൈ സ്റ്റോക്ക് റിസർവ് ആണെങ്കിൽ അവിടെ എന്തിന്റെ ആയിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ എന്തായിരിക്കും? സ്റ്റോക്ക് റിസർവ് ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് 30,000. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത് എത്രയാണ്? 24,000 ആണ്. ഓക്കെ. Then goods sent to branch 97,000. Goods sent to branch എന്ന് പറയുമ്പോൾ നമുക്ക് 3 lakh rupees നമ്മൾ മറ്റുള്ള ബ്രാഞ്ച് നമുക്ക് ഹെഡ് ഓഫീസ് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ കോതമംഗലം ബ്രാഞ്ചിൽ നിന്ന് 9,000 കിട്ടി. ദെൻ നമ്മൾ 12,000 rupees റിട്ടേൺ ചെയ്തു. ഒരു 6,000 rupeesന്റെ സ്റ്റോക്ക് 6,000 rupeesന്റെ സ്റ്റോക്ക് പാലാ ബ്രാഞ്ചിലേക്ക് അയച്ചു. അപ്പം ഈ 3,09,000 നിന്ന് ഈ 18,000 കുറച്ചതിന് ശേഷമുള്ള ഫിഗറിൽ നമ്മൾ ലോഡഡ് പോർഷൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തതാണ് എത്ര എന്ന് പറയുക? 97,000 എന്ന് പറയുക. അതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ലോഡഡ് പോർഷൻ ആണ് 97,000. ഓക്കെ. ദെൻ നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു 3,000നെ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു.
2000 P&L അക്കൗണ്ടിലേക്ക് 1000 റുപ്പീസ് എന്താണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതാണ് 1000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് 1000 റുപ്പീസ്. ഇത് റിലേറ്റഡ് ടു സർപ്ലസ് ആണ്. സർപ്ലസ് ഓഫ് സ്റ്റോക്കിന്റെ ആണ് അലോട്ടഡ് പോർഷൻ. ഓക്കെ, ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു 1,28,000. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. ടു സൈഡിൽ 1,28,000 എഴുതി. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 1,04,000 ട്രാൻസ്ഫർ ടു ഗ്രോസ് പ്രോഫിറ്റ്. 1,04,000 ഫിഗർ ആണ് ബാലൻസ് കിട്ടിയത്. അതെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഗ്രോസ് പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്തായി? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയി. ദെൻ നെക്സ്റ്റ് അക്കൗണ്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ് നെക്സ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ആദ്യത്തെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് ആണ് 3 lakh rupees. ദെൻ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം കോതമംഗലം ബ്രാഞ്ച് ആണ് 9,000 rupees. ഇതെല്ലാം നമ്മൾ അവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനായിരുന്നു നമ്മൾ ഏത് അക്കൗണ്ടിൽ കാണിച്ചത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് 3 lakh. ദാറ്റ് മീൻസ് ദിസ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗുഡ്സ് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് ആണ്. ദെൻ ഇതെന്താണ്? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം കോതമംഗലം ബ്രാഞ്ച് ആണ്. ഇത് branches to branch stock, that means goods returned by branch to head office ആണ് 12,000. then branch stock again 6,000. this figure relating to goods transferred to Pala branch ആണ്. പാല ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, then branch adjustment 97,000 ആണ് ടോട്ടൽ. നമ്മുടെ ലോഡിംഗ് പോർഷൻ ആണ് 97,000. ഓക്കെ, then അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ടോട്ടൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ 3,09,000 rupees. ഇവിടെ നമ്മൾ 3,09,000 എഴുതുന്നു. ഡിഫറൻസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,94,000 ആണ്. 1,94,000 ആണ് അക്കൗണ്ട് ബാലൻസ്. ദാറ്റ് ഫിഗർ ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഓർ ബ്രാഞ്ച് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് ഈസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതുക 1,04,000 ആണ്. ദെൻ ടു ബ്രാഞ്ച് എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 59,500. അതായത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. ഓക്കെ, ദാറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഇത് ബ്രാഞ്ച് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു 3,000 rupees സർപ്ലസ് ഉണ്ടായിരുന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. 1,000 പോർഷൻ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക്, 2,000 പോർഷൻ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ആ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദിസ് റിലേറ്റിംഗ് ടു സർപ്ലസ് ആണ്. ഓക്കെ, സർപ്ലസുമായിട്ട് ബന്ധപ്പെട്ട 2,000 ആണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ എഴുതാനുള്ളൂ. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു 1,06,000 ആണ് ടോട്ടൽ. 1,06,000 ടു സൈഡിൽ എഴുതിയ ഡിഫറൻസ് എത്രയാണ്? 46,500 ഈസ് ദ ഡിഫറൻസ്. 46,500 ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ്, ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 46,500 ആണ്. ദിസ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു general profit and loss account. Okay, dear students, watch and listen the lectures carefully and try to work out this problem. Okay.